ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ മലയാളവുമായി ബന്ധപ്പെട്ട് 10th മെയിൻസ് എക്സാമിന് ചോദിക്കുന്ന തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, വിശേഷണങ്ങൾ PSC ചോദിച്ച മുൻവർഷ ചോദ്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഭാഗം നമ്മൾ പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ MT വാസുദേവൻ നായരാണ്. അദ്ദേഹം ഈ റീസെൻ്റായി മരണപ്പെട്ടതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വയ്ക്കേണ്ടതാണ്. അതുപോലെ സരള, സരള എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനും MT വാസുദേവൻ നായരാണ്. സരള എന്ന തൂലികാനാമത്തിൽ അദ്ദേഹം ഒരുപാട് ബാലസാഹിത്യ കൃതികൾ എഴുതിയിട്ടുണ്ട്. കേരള കാളിദാസൻ ആരാണ്? കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. നമ്മൾ ഈ കോഴിയൊക്കെ കുരുതി കൊടുക്കുന്നത് കാളിക്കല്ലേ, അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കാം. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കാളി, കോയി എന്ന വാക്കുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വയ്ക്കാം. അടുത്തത് ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീകുമാറാണ്. ശ്രീകുമാർ. ആശ എന്നത് സ്ത്രീകളുടെ പേരാണല്ലേ, അപ്പോൾ ശ്രീകുമാർ, ശ്രീകുമാർ എന്നതിന് പകരം സ്ത്രീ എന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആശാമേനോൻ ശ്രീകുമാർ എന്ന് നമുക്ക് കിട്ടും. വിലാസിനി. വിലാസിനി ആരുടെ തൂലികാനാമമാണ്? MK മേനോൻ. MK മേനോൻ. പണ്ടത്തെ മേനോന്മാരൊക്കെ അവരൊക്കെ ഇങ്ങനെ വിലസി നടക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പം വിലസി നടന്നത് ആരാണ്? മേനോൻ. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ MK മേനോൻ എന്ന് കണക്ട് ചെയ്യാം. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PC കുട്ടിക്കൃഷ്ണനെ ആണെന്ന് അറിയാം. അതൊരു എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ ശക്തിയുടെ കവി. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ആര്യ? ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ശക്തിയുടെ കവി. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഓക്കെ. അടുത്തത് ഇടമറുക്. ഇടമറുക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? TV ജോസഫ് ആണ്. TV ജോസഫ്. ഇടമറുക് TV ജോസഫ്. ഓക്കെ. ഇനി മലയാളത്തിലെ എമിലി ബ്രോണ്ടി എന്നറിയപ്പെടുന്നത് ആരാണ്? മലയാളത്തിലെ എമിലി ബ്രോണ്ടി. നല്ലൊരു ചോദ്യമാണ്. മലയാളത്തിലെ എമിലി ബ്രോണ്ടി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മിയാണ്. രാജലക്ഷ്മിയാണ് മലയാളത്തിലെ എമിലി ബ്രോണ്ടി എന്ന് അറിയപ്പെടുന്നത്. വൈശാഖൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? വൈശാഖൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MK ഗോപിനാഥൻ നായരാണ്. MK ഗോപിനാഥൻ നായരാണ് വൈശാഖൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. നമ്മൾ ഇടയ്ക്ക് ഒരു കുറിയൊക്കെ ഗോപിയൊക്കെ തൊട്ട് പോകുമ്പോൾ ചില കുട്ടികളൊക്കെ ചോദിക്കാറുണ്ടല്ലേ, വൈ യു ആർ ഇൻ ഗോപി അല്ലേ, എന്താണ് ഗോപി തൊട്ടിരിക്കുന്നത്? അപ്പോൾ വൈശാഖൻ എന്നത് ഗോപിനാഥൻ നായർ, MK ഗോപിനാഥൻ നായരുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, കേരള പാണിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? കേരള പാണിനി AR രാജരാജവർമ്മ. കേരള പാണിനി AR രാജരാജവർമ്മ. ഇനി പവനൻ. പവനൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PV നാരായണൻ. PV നാരായണനാണ് പവനൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. പവനനിലെ പായും വായും എടുക്കുക. ഇനിഷ്യലിൽ എങ്ങനെയാണ്? Pയും Vയും ആണ് കേട്ടോ. പവനൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് PV നാരായണൻ. PV നാരായണൻ. അതുപോലെ നന്ദനാർ. നന്ദനാർ ആരുടെ തൂലികാനാമമാണ്? PC ഗോപാലൻ. PC ഗോപാലനാണ് നന്ദനാർ. PC ഗോപാലൻ. പവനൻ PV നാരായണൻ, നന്ദനാർ PC ഗോപാലൻ. ഓക്കെ. ഇനി ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്ന ആരാണ്? ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിള. കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന ആരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത്. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിള. കട്ടക്കയം ചെറിയാൻ മാപ്പിള. അതുപോലെ ആനന്ദ്. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് P സച്ചിദാനന്ദൻ. P സച്ചിദാനന്ദനാണ് ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. ആനന്ദം വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? PP ഊതുന്നത് കേട്ടോ. അപ്പോൾ P സച്ചിദാനന്ദൻ. ഓക്കെ. P സച്ചിദാനന്ദൻ ആണ് ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. തുളസീവനം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാരാണ്? തുളസീവനം R രാമചന്ദ്രൻ നായരാണ്. R രാമചന്ദ്രൻ നായരാണ് തുളസീവനം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. കേരള വാൽമീകി എന്നറിയപ്പെടുന്ന ആരാ?
കേരള വാൽമീകി വള്ളത്തോളാണ്. കേരള വാൽമീകി എന്നറിയപ്പെടുന്ന വള്ളത്തോളാണ്. കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ് അല്ലേ. ഇനി മലങ്കാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്, മലയിൽ മുഴുവൻ കാടാണെന്ന് ഓർത്തു വെക്കാം കേട്ടോ. മലയിൽ മുഴുവൻ കാടാണ്. മലങ്കാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ചെറുകാട് ഗോവിന്ദ പിഷാരടിയാണ് മലങ്കാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. ചെറുകാടാണ് മലങ്കാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. ഇനി MP പത്രോസ് എന്ന നോവലിസ്റ്റ് ഏത് തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്? അയ്യനേത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MP പത്രോസ്. MP പത്രോസ് എന്ന നോവലിസ്റ്റാണ് കേട്ടോ. അദ്ദേഹം നോവലിസ്റ്റാണ്. അദ്ദേഹമാണ് അയ്യനേത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു കേരള വാൽമീകി വള്ളത്തോളാണ്. കേരള ഹെമിംഗ് വേ എന്നത് MT വാസുദേവൻ നായരാണ്. കേരള വ്യാസൻ ആരാണ്? കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള പാണിനി ആരാണ്? AR രാജരാജവർമ്മ. AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത്. ഓക്കെ, കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, കുമാരനാശാനെ നവോത്ഥാനത്തിന്റെ കവി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കുമാരനാശാനെ നവോത്ഥാനത്തിന്റെ കവി എന്ന് വിശേഷിപ്പിച്ചത് തായാട്ട് ശങ്കരനാണ്. തായാട്ട് ശങ്കരനാണ് കുമാരനാശാനെ നവോത്ഥാനത്തിന്റെ കവി എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചു. അതാരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരിയാണ് കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ നവോത്ഥാനത്തിന്റെ കവി എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചത് തായാട്ട് ശങ്കരനാണ്. തായാട്ട് ശങ്കരൻ. മൃത്യുബോധത്തിന്റെ കവി എന്നറിയപ്പെടുന്ന ആരാണ്? G ശങ്കരക്കുറുപ്പാണ് മൃത്യുബോധത്തിന്റെ കവി എന്ന് അറിയപ്പെടുന്നത്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. മൃത്യുബോധത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് G ശങ്കരക്കുറുപ്പാണ്. അതുപോലെ കവി തിലകൻ എന്ന തൂലികാനാമം സ്വീകരിച്ച വ്യക്തിയാണ് പന്തളം കേരളവർമ്മ. പന്തളം കേരളവർമ്മ കവി തിലകൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കവി തിലകൻ. മലയാള നാടക പ്രസ്ഥാനത്തിൽ ഇബ്സൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ആരായിരുന്നു? N കൃഷ്ണപിള്ള. ഇബ്സൻ എന്നറിയപ്പെട്ടത് N കൃഷ്ണപിള്ള. മലയാള നാടക പ്രസ്ഥാനത്തിൽ ഇബ്സൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് N കൃഷ്ണപിള്ള. MR നായരുടെ തൂലികാനാമമാണ് സഞ്ജയൻ. MR നായർ, മാണിക്കോത്ത് രാമനുണ്ണി നായർ. മാണിക്കോത്ത് രാമനുണ്ണി നായരുടെ തൂലികാനാമമാണ് സഞ്ജയൻ. അദ്ദേഹം MR നായർ എന്നാണ് അറിയപ്പെടുന്നത്. മാണിക്കോത്ത് രാമനുണ്ണി നായരുടെ തൂലികാനാമം സഞ്ജയൻ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറാണ്. അതുപോലെ മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് M മുകുന്ദൻ. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് M മുകുന്ദനാണ്. VKN എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? VKN വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായരാണ്. വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായരാണ് VKN എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ കണ്ടപ്പൻ എന്ന തൂലികാനാമത്തിൽ ഹാസ്യലേഖനങ്ങൾ എഴുതിയ കഥാകൃത്തായിരുന്നു കാരൂർ നീലകണ്ഠപിള്ള. കാരൂർ നീലകണ്ഠപിള്ള ആദ്യകാലങ്ങളിൽ കണ്ടപ്പൻ എന്ന തൂലികാനാമത്തിലാണ് ഹാസ്യലേഖനങ്ങൾ എഴുതിയിരുന്നത്. ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഏകലവ്യൻ KM മാത്യു. KM മാത്യു ആണ് ഏകലവ്യൻ എന്ന പേരിൽ കൃതികളൊക്കെ എഴുതിയിരുന്നത്. ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KM മാത്യു. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് VV അയ്യപ്പൻ. കോവിലൻ VV അയ്യപ്പൻ. ഈ കോവിലൻ എന്നുള്ളതിൻ്റെ ഉള്ളിലും V ഉണ്ട്, ഇനിഷ്യലിലും V ഉണ്ട്. അങ്ങനെ കണക്ട് ചെയ്യണേ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ VV അയ്യപ്പൻ. അഭയദേവ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാ? അഭയദേവ്. നമ്മൾ അഭയം പ്രാപിക്കുന്നത് അയ്യപ്പൻ്റെ അടുത്താണ്. അപ്പം അയ്യപ്പൻ പിള്ള. അഭയദേവ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന അയ്യപ്പൻ പിള്ള. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് VV അയ്യപ്പൻ. ഓക്കെ, കോവിലിനകത്ത് V ഉണ്ട്, അത് അദ്ദേഹം VV അയ്യപ്പനാണ്. കോവിലൻ VV അയ്യപ്പൻ. അഭയദേവ് എന്ന് പറയുമ്പം
വെറും അയ്യപ്പൻ. നമ്മൾ അയ്യപ്പൻ്റെ അടുത്ത് പോയിട്ടാണ് അഭയം പ്രാപിക്കുന്നത്. അപ്പോൾ അയ്യപ്പൻ പിള്ളയാണ് അഭയദേവ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാ? കെ ഇ മത്തായി ആണ് പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. ഓക്കെ, മത്തായിട്ട് നമ്മൾ പാറയുടെ പുറത്ത് പോയിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കെ ഇ മത്തായി. അക്കിത്തത്തിനെ നമുക്ക് അറിയാവുന്നതാണല്ലോ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അതുപോലെ കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? ജോർജ് വർഗീസ്. കാക്ക എന്ത് ചെയ്തു? ഗീ കൊത്തിക്കൊണ്ട് പോയി എന്ന് ആലോചിച്ചാൽ മതിയെ, വർഗീസിൻ്റെ ഗീ. ഓക്കെ, ജോർജ് വർഗീസ്. ഓക്കെ, കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ജോർജ് വർഗീസ്. തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാ? തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് പി കുഞ്ഞനന്ദൻ നായരാണ്. ഇനിഷ്യലും കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. പി കുഞ്ഞനന്ദൻ നായരാണ് തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. പി കുഞ്ഞനന്ദൻ നായർ. അങ്ങനെയാണെങ്കിൽ കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന ആരാണ്? കേരള മോപ്പസാങ് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. കേരള മോപ്പസാങ് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. കേരള പാണിനി ആരായിരുന്നു? AR രാജരാജവർമ്മയാണ് അല്ലേ? AR രാജരാജവർമ്മ. ഓക്കെ, കേരള മോപ്പസാങ് തകഴി ശിവശങ്കരപ്പിള്ള. കേരള തുളസീദാസൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഇനി കേരള ഇബ്സൻ എന്നറിയപ്പെടുന്ന ആരാണ്? കേരള ഇബ്സൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് N കൃഷ്ണപിള്ളയാണ്. കേരള ഇബ്സൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് N കൃഷ്ണപിള്ളയാണ്. അതായത് മലയാള നാടക പ്രസ്ഥാനത്തിലെ ഇബ്സൻ എന്ന അപരനാമത്തിലും ഇദ്ദേഹം അറിയപ്പെടുന്നു. നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവിയാണ് ചങ്ങമ്പുഴ. നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന വിശേഷണമുള്ള കവിയാണ് ചങ്ങമ്പുഴ. അങ്ങനെയാണെങ്കിൽ കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി, കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവിയാണ് ചങ്ങമ്പുഴ. അടുത്തത് മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? മാലി മാധവൻ നായർ. ഏത് മാധവൻ നായരാണ്? വി ആണോ ബി ആണോ കെ ആണോ എന്ന് ചോദിച്ചാൽ കുഴങ്ങി അല്ലേ? മാലി മാധവൻ നായർ ആരാണ്? മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് വി മാധവൻ നായരാണ്. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. സാഹിത്യ പഞ്ചാനനൻ എന്ന പേരുള്ള സാഹിത്യകാരൻ ആരാണ്? സാഹിത്യ പഞ്ചാനനൻ എന്ന പേരുള്ള സാഹിത്യകാരനാണ് PK നാരായണപിള്ള. സാഹിത്യ പഞ്ചാനനൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പാലൂർ എന്നത് ആരുടെ തൂലികാനാമമാണ്? പാലൂർ മാധവൻ നമ്പൂതിരിയുടെ തൂലികാനാമമാണ് പാലൂർ. മലയാളത്തിൽ PSC ചോദിച്ചിട്ടുള്ള തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, വിശേഷണങ്ങൾ എന്നിവയൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.